ഒരു പുതിയ വ്ളോഗിലേക്ക് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ പുല്ലിലൂടെ ക്ലാസ് കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്തൊക്കെ പോവാ കമ്പൈൻ സ്റ്റഡി. കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാണ് പോകുന്നത്. സത്യത്തിൽ നമ്മൾ അവിടെ നിൽക്കുന്നത് നമ്മൾ ആറ്റിലും തോട്ടിലും എല്ലാം പോയി കറങ്ങിയിരിക്കാൻ പോകും. ഇപ്പോൾ തഴമയിലാണ്. തഴമയിൽ നിന്ന് നമ്മൾ ഇവൻ പറയുന്ന കുറേ സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ എല്ലാം കൊണ്ട് കാണിക്കുന്ന ഒരുത്തൻ. ഈ തഴമയെന്നൊക്കെ എല്ലാ സ്ഥലം അറിഞ്ഞൂടെ? പേര് പറഞ്ഞോടെ? എന്ത് എൻ്റെ പേര് അതിൻ്റെ പേര് തന്നെ അറിഞ്ഞൂടെ? നമ്മളിപ്പം തഴമേഴി ഇങ്ങനെയാണ് പോകുന്നത്. അന്നേരം നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടി ടീപ്പിൽ തന്നെ ഏതോ കാട്ടിലോട്ട് കൊണ്ടുപോവാണ്. എങ്ങോട്ടാ പോകുന്നത്? നീ ഫ്രണ്ട് കേടാ പോന്നു പോയി. ഈ ഏതൊരു വാഴത്തോടൻ്റെ ഇടയിൽ കൂടെ ആണ് ഈ പുല്ലിനെ കൊണ്ടുപോകുന്നത്. ഈ ഫുൾ സൈസ് വീഡിയോ ഞാൻ അയച്ചു കൊടുക്കണം നിനക്ക്. എന്റെ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കട്ടൊന്നുമില്ല. ചാലെടുത്ത് നോക്കി അങ്ങനെ അവന്മാരത്ത് പോയിക്കുന്നു. എവിടെ പോയി കാണുന്നു പ്രണവ് പറയുന്നത് ഇന്നലെ ഉമ്മാരെ അങ്ങനെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയണ ഇല്ല ഞാൻ പനിയായിട്ട് വരായിരുന്നു, നീ എവിടെ പോയിരുന്നു? ഞാൻ പറയാം അങ്ങനെ പറയില്ലേ? എന്താ നീ അങ്ങനെ പറയണ്ട, എനിക്ക് സീനാവും. നിനക്കെന്തോ സീൻ? നീ എടാ ഇവിടോട്ട് നിന്ന് മാറ വേഗം. ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തു തരാം. നിന്റെ എന്നാ എടുത്തോ. ഞാൻ കുറച്ച് വയലിൻ്റെ ഒക്കെ അവന് കൈവച്ചെടുത്താ പോരെ, ട്രൈപോഡ് കൊണ്ട് എടുക്കണം. ഈ കാട്ടിൽ നമ്മള് എടാ ഇങ്ങനെ വളയ്ക്കാൻ പറ്റൂലേ? എവിടെ? ആ കണ്ടു കണ്ടു. ഈ വേണ്ട. ആ ഇങ്ങനെ വേണം പിടിക്കാൻ. കുറച്ചുകൂടെ ചേടാ ഫോൺ ലൂസ് ആവുന്നു. ഇങ്ങോട്ട് പോണേ. ആ ഓക്കെ. മാത്രമേ ആ ഇപ്പം കറക്റ്റായി. ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലോഗ് എടുക്കാൻ. ഹായ് ഗൈസ്. ഹലോ ഗൈസ്. ഗൈസ് നമ്മൾ അമർത്തിയുടെ ട്രാൻസിഷൻ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നിന്റെ ഇത് പിങ്ക് ആയി കേട്ടോ. കണ്ണാടിയോ? നമ്മൾ അയ്യത്തിന്ന് കുനിയിക്കാം. പോട്ട് എങ്ങോട്ടാ? മാറ് അങ്ങോട്ട് പോട്ട്. ആരെ കൂടെ തന്നെ ഇറങ്ങാൻ പറ്റും. നമുക്ക് മെയിൻ റോഡിൽ ഇറങ്ങണം. ഇതുവഴി തന്നെ എൻ്റെ വീട്ടിൽ ഇറങ്ങണം. ഈ സ്ഥലത്തിന്റെ പേരാണ് പുഞ്ചാണ്ടിമുക്ക്. അപ്പൊ നീ ലോങ് വീഡിയോ ആണോ ഇടുന്നത്? കൊള്ള. അവിടെ ഞാൻ പോസ്റ്റ് ചെയ്യണ ഒരു കാര്യം. നല്ല കാര്യം. അപ്പൊ എനിക്ക് തോന്നിയ വീഡിയോസ് ഒക്കെ എടുക്കാം. എടാ ഞാൻ ഇപ്പം നമ്മൾ ക്ലാസ് വെച്ചിട്ട് വന്നില്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കത്തില്ല കേട്ടോ. ഓക്കെ ഓടിക്കോ, നേരെ പോ. അപ്പം നമ്മൾ ഏതോ കാടിൻ്റെ ഇടയിൽ കൂടാണ് പോകുന്നത്. എവിടെ വന്ന് ചോദിച്ചാൽ മാധവനെ അറിയോ? മാധവ് ഇത് എവിടെ ചെന്ന് കയറൂടാ? എൻ്റെ വീട്ടിൽ. അവൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്ന വഴിയാണ് ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്നാൽ പോരെന്നാണ്. മതി. കുറേ ഇടവഴി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ലഗ് വഴി മെയിൻ റോഡ് കിടപ്പുണ്ട്. സൈലന്റ് ആയിട്ട് വീഡിയോസ് എടുത്തിട്ട് ആർട്ടിൽ കയറി ഞാൻ വോയിസ് ഓവർ കൊടുക്കും. എനിക്ക് നമുക്കിങ്ങനെ പോകണം. മാധവിൻ്റെ ചാനലിന് 21 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് അടിക്കട്ടെ. അങ്ങനെ ആരും മാധവൻ ആരും റിപ്പോർട്ടൊന്നും കൊടുക്കല്ലേ. മാധവ് ഒരു പാവമാണ്. അത് ഇത്രയും പൊക്കി പിടിച്ച് നമ്മളെ ഏത് വ്യൂ കിട്ടുവാടാ? എന്നെ മാത്രമേ കിട്ടും. ആണല്ലേ? ഇച്ചിരി ഒന്നതാ കാന്റിന. എൻ്റെ പേര് ഇപ്പൊ നമ്മൾ ഏതോ വീടിൻ്റെ അതുവഴിയൊക്കെ കയറി വന്നേക്കാണ്. ഇനി എത്ര ദൂരം പോണം? ഇനി ഇച്ചിരി പോയാ ഇപ്പം കുറെ നേരം കൊണ്ട് ഇച്ചിരി ഒത്തിരിയാണ്. ബൈക്കൊക്കെ ഉണ്ടോ? ഇല്ല അതുവഴിയാണ് പോകുന്നത്. ബൈക്ക് ഇത് കണ്ടോന്ന്. ഇവിടെ ദേവത്തിന്റെ വീടുണ്ട്. അവന്റെ വീട് ഏതാ? 3 വീട് അപ്പുറത്ത്. ഇതൊന്ന് 2 അല്ല 4 വീട്.
3 വീട് അപ്പുറത്താണ് ദേവത്തിന്റെ വീട്. ഇവിടെ നല്ല ഒരു പൂമ്പാറ്റ വന്നിട്ടുണ്ട്. ഈ പൂമ്പാറ്റയെ കിട്ടിയില്ല. തുണി ദേവത്തിന്റെ വീട്ടിലെ തുണിയുണ്ട്. അതല്ല ദേവത്തിന്റെ വീട്. ഇതല്ല ദേവത്തെ കഴിച്ചുകൊണ്ട് നല്ല തോടൊക്കെ ഉണ്ട്. ഇവിടെ ഇതിനെന്ത് വിളിക്കുന്നത്? ഓക്കെ, ഇത് ചാലാണ്. ഇതിന്റെ ഒരു 3 ഇരട്ടി എടുക്കണം. ഓക്കെ, ഞാൻ ഇതേപോലെ ആ നാറി മാധവ പറഞ്ഞേട്ട ദേവത്തെ നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ വീടെന്ന് മാധവ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചൊക്കെ എടുത്തോണ്ട് പോവാം. ആ തുണിയൊക്കെ വിരിച്ചിട്ടേക്കണം. ഓക്കെ ഓക്കെ, നമ്മൾ തന്നെയുണ്ട് തേങ്ങയുടെ വീടെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അങ്ങോട്ട് കാണിച്ചു ഞാൻ പറയാം, നീ അങ്ങോട്ട് കാണിച്ചു വിടും. ഇതാ പൊക്കടാ. ആ അത് തന്നെ. അപ്പൊ അതിന്റെ കഥയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവന്റെ അമ്മയും അവൻ തമ്മിൽ വഴക്കായി. അവന്റെ അമ്മ അവനെ തേങ്ങ എടുത്തെറിഞ്ഞു. അതെങ്ങനെ സ്കൂളിൽ പാട്ടായി. അന്ന് മുതൽ അവന് തേങ്ങ എന്നാണ് വിളിക്കുന്നത്. അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തൊക്കെ ഇരട്ടപ്പേര് മാധവന് വില ഇരട്ടപ്പേരുണ്ടോ? എന്തുവാ പ്രശസ്തമായ ഇരട്ടപ്പേര്. ഓക്കെ, നമുക്കങ്ങനെ ഇരട്ടപ്പേരൊന്നുമില്ല, നിങ്ങൾ കുഴപ്പമില്ല. അമർത്തിക്കൊരു ബെട ഇരട്ടപ്പേരുണ്ട്. അറിയുമ്പോ ഉണ്ടായിരിക്കാവൂ. എനിക്ക് കട്ട് ചെയ്യാൻ വയ്യാത്തോണ്ടാ ഞാൻ ഒറ്റ സ്ട്രെച്ച്. നിന്റെ കമന്റ് ബോക്സിൽ ഇരട്ടപ്പേര് ഞാൻ പിൻ ചെയ്യണം. എന്റെ ഇരട്ടപ്പേര് ഞാൻ തന്നെ. എവരുടെ കാലമാടാ നിന്റെ വീട്? ഇല്ല കിടക്കുന്നുണ്ടോ? അതാണ് മെയിൻ റോഡ്. ഇവനെ കൊണ്ടുവന്ന് ഈ കാട്ടിൽ കൂടെ അവനെ മെയിൻ റോഡിൽ വീണ്ടും കൊണ്ടുപോകാണ്. ഇതിപ്പോ നമ്മൾ തഴമയല്ലേ? തഴമയിൽ നമ്മൾ കഴിഞ്ഞു പോയോ? മാധവ ഇവിടെ ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, ഇവിടെ വലിയ ഫ്ലാറ്റ് ഉണ്ട്. മാധവ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തം തൊളിയാണ്. ഇപ്പൊ തെന്നി കിടന്നേനെ. അയ്യോ, നമ്മളിന്ന് എവിടേക്കാ പോന്നെ? നീ ഇതിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും പറഞ്ഞ് ടെൻഷൻ ആക്കല്ലോ. എനിക്ക് കട്ട് ചെയ്യാൻ വയ്യടാ, കാലം മാടാ. തെന്നി കഴിച്ച് നോക്കാൻ കൊണ്ട് അടിച്ചു പോയണേ. എന്റെ വീട്ടിലെ കൂടെ ബ്ലോഗ് എടുത്തുകൊണ്ട് നടക്കല്ലേ? എന്താ അമ്മമാര് വിചാരിക്കുന്ന എനിക്ക് വട്ടാണ്. അങ്ങനെ പലവന്മാരും കാണും. നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊന്നും തളരാൻ പാടില്ല. നമ്മക്ക് അരി വാങ്ങിക്കാൻ നമ്മളേ ഉള്ളൂ, വേറെ ആരും നമുക്കില്ല. അന്നേരം ഈ ഉണ്ടോ? എന്ത് സംഭവം? അത് ഫ്ലാറ്റ് എന്തതിന്റെ? പാവപ്പെട്ടവർക്കുള്ള ഫ്ലാറ്റാണ്. 64 കുടുംബങ്ങൾക്ക് താമസിക്കും. 64 കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി സർക്കാർ എടുക്കുന്ന ഫ്ലാറ്റ് അല്ലേ? ഉദ്ഘാടനം കഴിഞ്ഞോ? ഇല്ല, പണി നടക്കുന്നു. പണി ഇറക്കാറായിട്ട് 6 വർഷമായി. ഇതുവരെ തീർന്നില്ലേ? ഓക്കെ, ഓണത്തുമ്പിയൊക്കെ നടക്കുന്നു. അതിന്റെ വീടില്ല, അതല്ലേ? അതാണ് മാധവന്റെ വീട്. ഓക്കെ, മാധവന്റെ വീട്ടിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മാധവന്റെ ചേട്ടൻ നിനക്കറിയാവോ? എന്റെ ബന്ധുക്കാരൊക്കെ ലോകിരുന്ന് കാണുന്നു. മയില് ഇറങ്ങി പോയേക്കുന്നു. എന്റെ ചാനൽ ആരെ കൊണ്ട് സബ് ചെയ്തിട്ടില്ല. എൻ്റെ ഇതിൽ 2 അക്കൗണ്ട് കൂടെ ഉണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. മാധവന്റെ വീടെത്തി. മാധവന്റെ ചേട്ടനൊക്കെ മീൻ കൃഷിയൊക്കെ ഉണ്ട്. മീൻ എന്തിയാടാ? മീനല്ലേ പറഞ്ഞു ഗപ്പിയൊക്കെ ഉണ്ടെന്ന്. മീനെ കാണിച്ചു തരാം. ഇതാരുടെ വീഡിയോ? കളിക്കുന്നടാ നീ? എൻ്റെ ഒരു ഗെയിമിംഗ് ചാനലുണ്ട്, അതിന് 208. ഞാൻ പണ്ടേ നിർത്തലാക്കിയത്. അതുകൊണ്ട് അത് കാണാൻ കുഴപ്പമില്ല. നിങ്ങളുടെ ശബ്ദം കേട്ടോ? വെയിറ്റ്. പിള്ളേരുടെ സൗണ്ട് കണക്കുണ്ട്. പക്ഷെ മാധവന്റെ വീട്ടിലെ താക്കോൽ ഇവിടെ ആണല്ലോ വിജയിക്കുന്നത്. കള്ളന്മാരെങ്കിലുണ്ട് ഈ വഴി എളുപ്പത്തിന് അങ്ങോട്ട് വെച്ചേ. മാധവന്റെ വീട്ടിൽ അതോട്ട് വരാം. ഓക്കെ, ലൈറ്റ് ഇടും മാധവേ. ഫ്രീ ഫയർ കളി. ഇവിടെ മാധവന്റെ വീട്ടിൽ ഒരു മുട്ടൻകാട്ടൻ ടി വി ഉണ്ട്. ഇവന്ത് സൗരന്റെ പാട്ടൊക്കെ എന്ത്? സൗരന്റെ ചേട്ടന്റെ സൗണ്ട് വരാൻ തന്നെ നമ്മളിപ്പോ സൗണ്ട് വരാൻ തന്നെയാണ് സൗര. SRSന്റെ ഒരു ഓഫർ ഇരിപ്പുണ്ട് സൗരന്റെ കയ്യില്. ഇതൊരു സൗരന്റെ ഹോം തിയേറ്റർ ആണ്. അതിനകത്ത് എന്തൊക്കെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്തുവാ ഈ സാധനം? എന്തുവാ ചോദിക്കുന്ന? അവൻ എൻ്റെ ഒരു തേങ്ങ ആയിരുന്നു ഇവിടെ.
ഫാൻ്റെ അടുത്ത് ഇവിടെ വെച്ചാൽ അതിന്റെ അടിയിൽ സബില്ല. അയ്യോ ഇപ്പൊ നമ്മളെ മറിഞ്ഞടിച്ച് വീണേ. ഇതാണ് അവന്റെ ചേട്ടന്റെ കലവരി ഒന്ന് കാണിക്കാവൂ. ടി വി എനിക്ക് ആൾക്കാരെ കൊണ്ട് ഇതൊക്കെ ഞാൻ വിൽക്കാനാ കഴിച്ചൊന്നും കിട്ടത്തില്ലടാ ഫുഡ്. പിന്നെ എത്ര കിട്ടും? ഇവിടെ നിറ ഇത് കണ്ട ചേട്ടൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ആറ്റൊക്കെ ഭയങ്കര ഒരു ഹോളായി കാണാം. ഇതാണ് അവന്റെ കുറെ മീനും തേങ്ങയൊക്കെ. ഇതൊന്നും ഇതല്ലേ ഇനി സൈഡിലുണ്ട്. പിന്നെ കാണാം. ഇപ്പൊ മീനെ കാണില്ലേ? മീനെ കാണില്ലേ? പിന്നെ കാണിക്കാം. ആൽഗ വാട്ടറിൽ കിടക്കുക. നീ ഫ്രീ